ടൗണിലെ ഒരു അമ്പലത്തിലെയും ഒരു കാണിക്കവഞ്ചിയും ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരു പ്രസാദത്തിനും ഒരു കുറവും ഉണ്ടാവരുത്. നീ അച്ഛനാവാൻ പോവാടാ മോനെ, ഞാൻ മുത്തച്ഛനും. അതുകൊണ്ട് നീ വിശാലമായിട്ട് ദാനം ചെയ്യ. ഗുലാബ് സിംഗിന്റെ വംശം വലുതായിക്കൊണ്ടിരിക്കുക. അച്ഛ, പക്ഷേ വംശം മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കണ്ടേ? എന്റെ ഗർഭത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നീ എന്താ പറഞ്ഞത്? ഇവിടെ ഇത്രയും ദിവസമായിട്ട് നീയൊക്കെ ഇവിടത്തെ വക്കീലടാ. നിന്റെ ഭാര്യ ഇത്രയും ദിവസം ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞിട്ട് നിനക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമ്മുടെയൊക്കെ പ്രതീക്ഷ തകർത്തുകൊണ്ട് പാപോ ഇവിടെ ചെയ്തിരിക്കുന്നേ. ഇതിന്റെ ശിക്ഷ ഇവിടെ അനുഭവിച്ചേ തീരും. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ ഇവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇന്നു മുതൽ ഇവളുടെ നിഴല് പോലും ഗുലാബ് സിംഗിന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് പതിച്ചു പോകരുത്. ഇവളെ വീട്ടിൽ നിന്നും പുറത്താക്ക്, ഇപ്പോൾ തന്നെ, വേഗം. പക്ഷേ അച്ഛാ. അതെ, ഇറങ്ങിക്കൂടുന്ന അനുരാഗ്, അരുത്. അരുത്. ഞാൻ പറയട്ടെ. മുത്തശ്ശി, 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 പ്ലീസ് വേണ്ടെന്ന് പറയും മുത്തശ്ശി. ഇങ്ങനൊരു പെണ്ണിനെ കൊണ്ടിവിടെ എന്ത് കാര്യം? കുടുംബത്തിന് അവകാശം തരാൻ പറ്റാത്ത ഇവളെന്തിനാ ഇവിടെ? ഇല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ രാവിലെ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്ന സമയം. എഴുന്നേക്ക്. ഇനിയിപ്പോ സൗകര്യമായിട്ട് ഉറങ്ങണമെന്നാണെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് സോറി പറയൂ. എന്നിട്ട് നിങ്ങളുടെ രാജകൊട്ടാരത്തിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. ഞാൻ മാപ്പ് ചോദിക്കുന്നുള്ള മോഹം കൈ വെച്ചാ മതി. മാപ്പ് എന്തായാലും ചോദിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഫോണൊന്ന് കൈക്കലാക്കണം, പിന്നെ കാണിച്ചു തരാം. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് വേവുക. ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കേ? പ്രിയ, പ്രിയ വന്നേ. സോറി ചേട്ടത്തി, ഇന്ന് എന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം എനിക്ക് പെട്ടെന്ന് തന്നെ പോണം. ഞാൻ ചേട്ടത്തിയെ സഹായിക്കാൻ റിയെ പറഞ്ഞുവിടാം, പോരെ? റിയ ഒക്കെ കണക്ക് തന്നെ, ഒന്നിനെയും കാണില്ല. എല്ലാത്തിനും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ വീതി. എന്റെ കൈ ഒന്ന് അഴിച്ചുവിട്, എനിക്ക് വിശക്കുന്നുണ്ട്. ആ ശരി, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് ചുമ്മാ വിശന്ന് ചാവേണ്ട അവസ്ഥ വരണ്ട. എന്തു പറ്റി മോളെ? നീ എന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്നേ? നോക്ക്, ഈ കുടുംബത്തിന് അനന്തരവാശിയാണ് നിന്റെ വയറ്റിലുള്ളത്. ആരോഗ്യം ശ്രദ്ധിക്കുക. ചെല്ല, പോയി റെസ്റ്റ് എടുക്ക. ചെല്ല. അനുരാഗ്. ലക്ഷ്മി, ഒന്ന് സൂക്ഷിക്കേ. വാ. നിക്ക്, ഒരു മിനിറ്റ്, ഞാൻ എടുക്കാം. വാ. ഇവൾക്ക് മുളവിന്റെ എരിവ് സഹിക്കാൻ പറ്റില്ലെന്നാ വല്യമ്മ പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്താൽ അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോളും. എന്നിട്ട് അവൾ സാറിന്റെ കാലിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യും. ദാ, കഴിക്ക്. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇത്രയും നേരം വിശക്കുന്നു വിശക്കുന്നു എന്നായിരുന്നല്ലോ പരാതി. ഇപ്പൊ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ കഴിക്കാൻ വയ്യേ? ഇനി മരിക്കാൻ വല്ല പരിപാടിയുണ്ടോ? ദാ, കഴിക്ക്. കഴിക്ക്. ഇവന്റെ ശ്രദ്ധ തെറ്റിച്ച ഫോൺ കൈക്കലക്കേ പറ്റൂ. എന്ത് വൃത്തിയോടെ കാണിച്ചേ? ഒരാളുടെ മുഖത്തോട്ടാണ് തുപ്പുന്നേ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. പിന്നെ നീ എന്തിനാ ഇത്ര എരിവ് തന്നെ? പോയി വേറെ എടുത്തോണ്ട് വാ പോ. ഏയ് ഹലോ ഹലോ രാജകുമാരി, ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമയത്ത് ഒരൊറ്റ ഭക്ഷണം ഉണ്ടാക്കൂ, മനസ്സിലായോ? അതാണെങ്കിൽ നിങ്ങൾ തുപ്പി നാശമാക്കി കളയും ചെയ്തു. ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് സോറി പറ, എന്നിട്ട് വീട്ടിലേക്ക് പോയി എന്നിട്ട് എന്താന്ന് വെച്ചാൽ കഴിച്ചോ. അതിപ്പോ നീ നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീയും അദ്ദേഹത്തോട് പോയി മാപ്പ് ചോദിക്ക. എന്നിട്ട് ഈ ഗുണ്ട പണിയൊക്കെ ഒന്ന് നിർത്താം. നിനക്ക് എന്തായാലും മാപ്പ് ചോദിക്കാൻ ഒരു കാരണമെങ്കിലും ഉണ്ടല്ലോ. എന്റെ വീടിനെ കുറിച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, മനസ്സിലായി? എന്നാൽ നിനക്കും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഒരു അത് അവകാശവും ശരി. ഈ ബുദ്ധിമുട്ട് നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്താണ് മാഡം. കൊട്ടാരത്തിൽ നിന്ന് നേരെ കുടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നല്ലേ? AC കാറിന്റെ ഗ്ലാസ് കുറച്ച് താഴ്ത്തി കഴിഞ്ഞാ അപ്പൊ നിങ്ങൾ ലോകം വേറെ രീതിയിലാണ് കാണുന്നത്. ഈ പുറത്ത് ചുട്ടുപൊള്ളുന്ന ഈ വെയിലുണ്ടല്ലോ, അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെ ഇളക്കി കളയും. വെള്ളം പൈപ്പ് വെള്ളം പോലും കുടിക്കാത്ത ആളല്ലേ? പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ നടക്കാൻ പോകുന്നത്? ഞങ്ങളൊക്കെ വളരെ പാവങ്ങളാ മാഡം. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. മുതലാളിയോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾ ഇനി എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. മാത്രമല്ല എന്റെ കുടുംബം ഇവിടെ ബുദ്ധിമുട്ടേണ്ടി വരും, മനസ്സിലായോ?